ചിലപ്പോഴില്ലേ എന്തെങ്കിലും ഒരു കുഞ്ഞു സിറ്റുവേഷൻ ആയിരിക്കും. ഉം. നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്ത് പറയും ഒരു തരത്തിൽ ചെയ്യാം. ഏ പക്ഷേ നമ്മുടെ ഒരു ലോജിക്കൽ സാധനം ഉണ്ടല്ലോ, സോ കോൾഡ് ബ്രെയിൻ. ബ്രെയിൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് പറയും, വേണ്ട, ഇതിപ്പോ ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ചെയ്താൽ മതി എന്ന് പറയും. നമ്മൾ ബ്രെയിൻ ലോജിക്കൽ ആയതുകൊണ്ട് നമ്മൾ അത് പറയുന്നതും കേട്ട് അങ്ങനത്തെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ വേറൊരാൾ ഇൻവോൾവ് ആയിരിക്കും. ഉം, നമ്മുടെ ഫ്രണ്ട് ആവാം, ഉം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ആ സമയത്ത് ആ ഒരു പേഴ്സൺ അവിടെ നമ്മളുടെ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റോ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും നമ്മൾ ചിന്തിച്ച പോലെ ചെയ്തിരുന്നെങ്കിൽ അവർ അത്രയും വലിയൊരു പ്രോബ്ലത്തിൽ അകപ്പെട്ടൊന്നും വരത്തില്ല. ഉം. പക്ഷെ ഇത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ അറിയണ അയാൾ എന്തോരം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു എന്ന്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്ന്. അപ്പൊ നമ്മളുടെ മനസ്സ് പറയുന്ന അനുസരിച്ച് നമ്മൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനെ കുറച്ചും കൂടി ഈസി ആക്കി വെക്കായിരുന്നു. അപ്പൊ ഒരു ജാതി ഒരു ഫീലിംഗ് ഉണ്ട്. അത് പിന്നെ മനസ്സിൽ നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടുവാ. എന്താ? ഗിൽട്ട്. അതെ. ഉം. ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ഭയങ്കര വലുതായിരിക്കും. ഒരു ഫീലിംഗ്, നമ്മൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ്, ഇതിങ്ങനെ ഇടയ്ക്ക് വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. ഇല്ലേ? വേറെ ആരും ഒന്നും പറയണ്ട. നമ്മൾ തന്നെ മതി. ആ സെൽഫ് ബ്ലെയിം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഈ രഞ്ജു പറഞ്ഞ പോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ പിന്നെ ആ സിറ്റുവേഷനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ മാറ്റായിരുന്നു, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ. അതൊരു ബേർഡനായി ഹെവിനെസ്സായി മനസ്സിൽ മാറി നമുക്ക് ഒരു സ്വൈര്യം ഇല്ലാണ്ട് ആക്കണ ഒരു ഫീലിംഗ് ആണ് ഈ ഗിൽറ്റ് എന്ന് പറയുന്നത്. അതെ. ഇത് ഭയങ്കര ഒരു പ്രൊലോങ്ഡ് ടൈമിലേക്ക് നമുക്ക് ഈ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ മറന്നു കിടക്കുന്നത്, ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെയും വരുമ്പോൾ ഇത് പിന്നെയും ഉണർന്നു വരാം. അപ്പോൾ ആ ഗിൽറ്റ് ഫീലിംഗ് അങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുമാണ്. അതുപോലെ നമുക്ക് ചിലപ്പം അതിൻ്റെ ഒരു സിമിലർ ആയിട്ടൊരു സന്ദർഭം വരുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മളെ അലേർട്ട് ചെയ്യും ഈ ഫീലിംഗ് ദാറ്റ് ഓ, ആ ചെയ്തത് പിന്നെയും നീ റിപ്പീറ്റ് ചെയ്യരുത്, യു ക്യാൻ ഡു, ലിസൺ ടു യുവർ മൈൻഡ് ആൻഡ് ദെൻ ഡു എന്നുള്ളൊരു ചിന്തയും നമുക്ക് വരും, അല്ലേ? ഉം. അതൊരു ഹെൽത്തി ഗിൽറ്റി ഫീലിംഗ് ആട്ടോ. അതായത് ഒരിക്കലും ഒരു തെറ്റ് പറ്റി, നമ്മൾക്കത് മനസ്സിലായി, നമ്മൾ കറക്റ്റ് ചെയ്തു, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. പക്ഷെ ഇതൊരു ടോക്സിക് ഗിൽറ്റ് വരാറുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ കുറേ കാലത്തേക്ക് ഇതേ സഫറിങ് നമ്മളുടെ ഉള്ളിൽ നിൽക്കുക. അയ്യോ, ഇതിങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അവരോട് അങ്ങനെ പറയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിയില്ല. ഇങ്ങനെ നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഫീലിംഗ് ഉണ്ട്. അത് വളരെ ടോക്സിക്കാ. അതിന് നമ്മൾ ഒരിക്കലും സമയം കൊടുക്കരുത്. അത്രയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കരുത് ചില കാര്യങ്ങളിൽ. ശരിക്കും നമ്മൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ദാറ്റ് നമ്മൾ അവരെ പോയി ഹെൽപ്പ് ചെയ്യണം. പിന്നെ അതിനെ കുറേ നാൾ നമ്മുടെ തലയിൽ ഇട്ടിട്ട് നീ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാണ്ട് നമുക്ക് അതിൽ പോയി ശരിക്കും ഒരു ക്ലോഷർ, നമ്മൾ ബാക്കിയുള്ളവരുടെ നിന്ന് ഒരു ക്ലോഷർ നോക്കാണ്ട് നമുക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു ക്ലോഷർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഗിൽറ്റ് ഫീലിംഗിൽ നിന്ന് കുറച്ചും കൂടെ വെളിയിൽ പെട്ടെന്ന് വരാനുള്ളൊരു ഒരു സന്ദർഭം ഉണ്ട്, അല്ലേ? ഉം. ഈ പറഞ്ഞതുപോലെ തന്നെ വേറൊന്നാണ് ഒരു സൈലന്റ് ഗിൽറ്റ് ഉണ്ട്. ഇതിപ്പം രണ്ട് ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാം, വേറൊരാൾക്കും കൂടെ അറിയാം. ചില ഈ സൈലന്റ് ഗിൽറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന വേറൊരു ടൈപ്പ്. ലൈക്ക് ഇപ്പം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു മിഡിൽ ഏജിലെത്തി. നമ്മുടെ പാരൻസിന്റെ കൂടെ ഇനഫ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ലേ ഒരു തോന്നല്. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മളെ മേലെ. അപ്പം നമ്മൾ എപ്പോഴും എപ്പോഴാണ് വിചാരിക്കുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് എന്നിട്ട് പോയി പാരൻസോ സിബ്ലിങ്സോ അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക ടൈമെന്ന്. ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഈ ചിന്ത മനസ്സിൽ വരുന്നത്. അതേപോലെ നമ്മളെ ഫ്രണ്ട്സും ആക്ച്വലി നമ്മളെ പ്രയോറിറ്റിയാണ്. നമ്മളെ ഫാമിലി പോലെ തന്നെയാണ് നമുക്ക് ഫ്രണ്ട്സും. വിചാരിച്ച പോലെ ചിലപ്പം അവർക്ക് വേണ്ടപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലേ, ഈ ഒരു തോന്നലും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗിൽട്ടായിരിക്കും. മൂന്നാമത്തെ വളരെ സിമ്പിൾ തിങ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ പല 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 റെസ്പോൺസിബിലിറ്റിയിലും കിടന്ന് കളിക്കുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ ഗിൽട്ട് നമ്മളെ കുത്തും. ഞാൻ ചെയ്യേണ്ടപ്പം ചെയ്യേണ്ട പോലെ ചെയ്തില്ലേ, അത് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയോ, ഫ്രണ്ട്സിന് വേണ്ടിയോ, ഫാമിലിയോ, നെയ്ബേഴ്സിനോ, ആർക്ക് വേണ്ടിയോ? അപ്പോൾ ഈ ഒരു പലതരം ഗിൽട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതെ. എനിക്ക് തോന്നുന്നു ഇതിനൊരു ഹീലിംഗ് ആണ് വേണ്ടത്. അല്ലെ? ഗിൽറ്റ് ഫീലിംഗ് വരുമ്പോൾ നമുക്ക് സ്വയമായിട്ട് ഒന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഫൊർഗീവ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ശരിക്കും നമ്മളെ കുറച്ച് ഹീൽ ചെയ്യും. സി, ഹ്യൂമൻസ് ആണ്, നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കാം.
പക്ഷെ ആ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കുക. നമ്മൾ അതിനെ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം അതിനെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ഹീലിംഗ് വരും. ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു സിമിലർ പോലെ വേറെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഐ ഡിഡ് ഇറ്റ്. അപ്പം ശരിക്കും അത് നമ്മളെ തന്നെ ഒന്ന് ഹീൽ ചെയ്യാണ്. ആ ഒരു ഗിൽറ്റ് ഫീലിങ്ങിനെ കുറേ കൂടെ വെളിയിലോട്ട് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഗിൽറ്റ് ഫീലിംഗ് വരുമ്പം ആരാണോ ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് അവരുമായിട്ടൊന്ന് സംസാരിക്കുമ്പം ഐ എം സോ സോറി, എനിക്ക് അന്ന് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മൾ തന്നെ അപ്പോളജൈസ് ചെയ്യുമ്പം അത് നമ്മളുടെ മനസ്സിനെ ശരിക്കും അതൊരു ഹീൽ ചെയ്യാണ് അല്ലേ. അങ്ങനെ ഹീൽ ചെയ്താൽ ഇത് കുറേ നാള് നമ്മൾക്ക് വെച്ചുകൊണ്ടിരുന്ന് അതിനെ ഇട്ട് ആലോചിച്ച് കുറേ ടെൻഷനായി പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു സന്ദർഭമൊക്കെ കുറേ സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാം. അങ്ങനെ നോക്കി പറയുകയാണെങ്കിൽ ആക്ച്വലി ഗിൽറ്റി ഫീലിംഗ് ആർക്കും വരാം, എപ്പോഴും വരാം. അതിപ്പോ ആലോചിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പാസ്റ്റിനെ ചേഞ്ച് ചെയ്യാനും പറ്റില്ല, ഗുണമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും നമുക്ക് മെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ലെസൺസ് നമുക്ക് തന്നിട്ടാണ് ഈ ഗിൽറ്റ് പോണത്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഹോൾ ഹാർട്ടഡ്ലി ചെയ്യുക. പിന്നെ ആ സിറ്റുവേഷനിൽ നമുക്ക് അപ്പോൾ ബെസ്റ്റ് തോന്നിയതായിരിക്കും നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സമാധാനം നമുക്ക് തന്നെ കൊടുക്കുക. അറ്റ് ദാറ്റ് മൂമെന്റ് വി ഫെൽറ്റ് ദാറ്റ് ഇസ് റൈറ്റ്, അതുകൊണ്ട് അത് ചെയ്തു പോയി. അപ്പം അത്ര വലിയ തെറ്റൊന്നുമല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓരോ ഇമോഷനും ആക്ച്വലി എ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ആണ്. നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മൾക്കൊരു ലെസൺ പഠിപ്പിച്ച് തന്നു പോണ കുറച്ച് ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് റൺ ആൻഡ് ഗോ.